ഊട്ടിയിൽ ഫേമസ് ആയിട്ടുള്ള മന്തി കഴിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിന്നിട്ട് തിരക്ക് കൂട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വന്ന സമയത്ത് നല്ല ആവി പറക്കുന്ന ഈ ഒരു മന്തി കഴിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്. പിന്നെ ഊട്ടിയിൽ ഫേമസ് ആയിട്ടുള്ള ഇവരുടെ മറ്റൊരു ഐറ്റാണ് ഇവരുടെ അൽഫാം കേട്ടോ. അപ്പൊ ഈ അൽഫാം മന്തിയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഊട്ടിയിൽ കപ്പിൾസ് ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ് ഈ ഒരു മന്തി. അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് കഴിക്കുന്നവരോട് ഇതിന്റെ അഭിപ്രായങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്, നല്ല ഭക്ഷണം ആണോ? ഊട്ടിയിൽ വരുന്നോട് എന്താ പറയലേ? ഊട്ടിയിൽ വന്നിട്ട് കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ്. കമ്പാരിറ്റീവ്ലി അടിപൊളി ഭക്ഷണമാണ് ആണല്ലേ? അടിപൊളിയാണ്. അപ്പൊ കഴിച്ചവരെല്ലാം പറഞ്ഞത് നല്ല ഉഷാറാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കഴിച്ചത് ഇവരുടെ അൽഫാം മന്തിയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പൊ മന്തി മാത്രം കഴിച്ചു നോക്കി, എന്റെ മോനെ വേറെ ലെവലാണ്. പിന്നെ ഇവരുടെ അൽഫാമിന്റെ ഒരു സൈസ് നോക്കി, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പൊ അൽഫാം ഒന്ന് കഴിച്ചു നോക്കിട്ടോ, എന്റെ മോനെ സ്വർഗ്ഗം ഇങ്ങനെ കാണും, കാരണം അമ്മ അതിന്റെ ടേസ്റ്റ് ആണ്. പിന്നെ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യലാണ് ഇവരുടെ ബിരിയാണി കേട്ടോ. അപ്പൊ അത് എന്റെ ഫ്രണ്ട് ഷർഫ് കഴിച്ചു. അപ്പൊ അവന് പറഞ്ഞു അതും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കിട്ടുന്നത് നമ്മുടെ ഊട്ടിയിലാണ്. ഊട്ടിയിലെ റെയ്ത റെസ്റ്റോറന്റിലാണ് ഈ ഐറ്റംസിലൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ വരുന്നവരെല്ലാവരും മസ്റ്റായിട്ട് ഇവിടുന്ന് ഈ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി ഡേയ്സ് കാണാം. ഗുഡ് ബൈ.